കൂടി നിൽക്കുന്ന ചൂടിനെക്കുറിച്ച്, ആ ചൂട് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യജാലങ്ങൾക്കുമെല്ലാം എന്താണ് സമ്മാനിക്കുക എന്നതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ചൂടിൻ്റെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ചൂട് എന്ന പ്രയാസത്തിൻ്റെ യഥാർത്ഥ കാരണത്തെയല്ല, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തൽക്കാലം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ, സ്ഥിരമായി ക്രമാതീതമായി ഉയരുന്ന ചൂടിനെ പരിഹരിക്കാൻ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സമൂഹം ഒന്നടങ്കം ഉണർന്ന് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണാധികാരികൾ കൂടെ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ തൽക്കാലത്തെ പ്രയാസങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമായി കാണേണ്ട ഒന്നല്ല. ജീവിതം, സ്വന്തം ജീവിതത്തെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും ആധ്യാത്മികമായും വിജയിപ്പിക്കണമെന്ന് കരുതുന്നവരെല്ലാം അത്യാവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ശാസ്ത്രീയമായി ഒരു ജീവിതത്തെ എങ്ങനെ സമീപിക്കണം എന്ന വിശദീകരണമാണതെന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ സാറിൻ്റെ മാതൃഭൂമി ബുക്സ് പ്രകാശനം ചെയ്തിട്ടുള്ള ഗീതാദർശനം വായിക്കണം. അതാണ് ഏറ്റവും നന്നായി ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗീതാ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നത് കൊണ്ട്, ഉപനിഷത്തുകൾ ഉദ്ധരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ഹൈന്ദവ ഭാഗത്താണ് എന്ന് കരുതുന്നവരുണ്ട്. അതല്ല, നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ, ആഹാര രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക കാര്യങ്ങൾ കൂടുതലായി പറയുന്നത് കൊണ്ട് ഇസ്ലാമിക പക്ഷപാതിയാണ് എന്ന് കരുതുന്നവരുണ്ട്. ജ്വലിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇയാൾ തനി നസ്രാണി തന്നെയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. എല്ലാം ശരി തന്നെയാണ്. ലോകത്തെവിടെയുമുള്ള നന്മ നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് അലോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയിലായാലും സിദ്ധ യുനാനി തുടങ്ങി അക്യുപ്രഷർ, ക്രൈറോപ്രാക്ടീസ് തുടങ്ങി റെയ്ക്കി, പ്രാണിക് ഹീലിംഗ് എന്തുമാവട്ടെ, എവിടെയുമുള്ള നന്മ നമുക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ആരുടെയും കുത്തകയല്ല. ഞാനീ പറയുന്ന പ്രകൃതി ചികിത്സ എല്ലാവരും സ്വീകരിക്കണം. അത് അലോപ്പതി ഡോക്ടറായാലും ആയുർവേദ ഡോക്ടറായാലും മറ്റൊരു ഡോക്ടറായാലും വൈദ്യനായാലും എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരും അവനവൻ്റെ ഡോക്ടറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് ഈ കൂടി നിൽക്കുന്ന ചൂടിൽ നിന്നുള്ള രക്ഷ, അതിലെ ദേഹരക്ഷ, മനോരക്ഷ, ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വീണ്ടും നമ്മുടെ ഇസ്ലാമിക സഹോദരങ്ങളിലേക്കാണ് പോകാനുള്ളത്. എല്ലാവരും വല്ല നിവൃത്തിയുണ്ടെങ്കിൽ പാലിക്കേണ്ടതാണ് 5 നേരത്തെ നിസ്കാരം. അത് 5 നേരത്തെ നിസ്കാരം ഇസ്ലാമിക സുഹൃത്തുക്കൾ ചെയ്യുന്നത് തന്നെ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. സൂര്യ നമസ്കാരമാകാം, മുട്ടുകുത്തി നിന്നും ഇരുന്നു എഴുന്നേറ്റുമൊക്കെ പള്ളികളിൽ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത് പോലുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള കർമ്മങ്ങളാവാം. പ്രാർത്ഥന 5 നേരം. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, നിസ്കാരത്തിന് മുമ്പ് വുളു ചെയ്യുക എന്നൊരു ചടങ്ങുണ്ട്. അത് ആ നിസ്കാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വുളു ചെയ്യുക എന്നുള്ളത്. വുളു ചെയ്തിട്ട് മാത്രമാണ് നിസ്കാരം നടത്തേണ്ടത്. എന്താണ് ഈ വുളു? നിസ്കാരം എല്ലാവർക്കും അറിയാമെങ്കിലും വുളു എല്ലാവരും അറിയണമെന്നില്ല. പക്ഷേ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക പള്ളികളിലെ വാട്ടർ ടാങ്കിൻ്റെ ചുറ്റുമിരുന്ന് എല്ലാവരും തലയും കൈയും ഒക്കെ കഴുകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ നിസ്കാരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് വുളു. എന്തുകൊണ്ടാണ്? എന്തിനാണ്
ഈ 5 നേരവും വുളു ചെയ്യിപ്പിക്കുന്നത് നിസ്കാരത്തിന് മുമ്പ്. പള്ളി വളരെ പരിശുദ്ധമായ സ്ഥലമാണ്. അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ കാലുകൾ കഴുകണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളും പരിശുദ്ധമായ സ്ഥലങ്ങൾ തന്നെയാണ്. ക്ഷേത്രവും പരിശുദ്ധം തന്നെയാണ്. കുറെ കൂടെ പാവനത്വം കൽപ്പിക്കപ്പെടാവുന്ന ഒരു സ്ഥലമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ. മുസ്ലിം പള്ളികളെപ്പോലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളെപ്പോലെ തുറന്നിട്ടിട്ടുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. വളരെ വളരെ പ്രത്യേകമായ സുന്ദരമായൊരു രൂപകൽപ്പനയാണ് ക്ഷേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുക. ക്ഷേത്രത്തിൻ്റെ അകത്ത് കടന്നാൽ ചുറ്റുമുള്ള കെട്ടിടങ്ങളും നടപ്പാതകളും അതിനകത്തുള്ള ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും അതെല്ലാം വളരെ പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവയാണ്. ഈ പിരമിഡ് ഷേപ്പിനുള്ള പ്രാധാന്യം, പൈ തിയറിയുടെ അത്തരത്തിലുള്ള ഒരു പ്രതലത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ മനസ്സിന് സംഭവിക്കുന്ന വ്യത്യാസമൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. അപ്പോൾ അമ്പലത്തിൽ കിടക്കുമ്പോൾ കാല് കഴുകേണ്ട, പള്ളി ക്രിസ്ത്യൻ പള്ളിയിൽ വേണ്ട, ഇസ്ലാമിക പള്ളിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മാത്രം കാല് കഴുകണമെന്ന് പറയുന്നത് കാല് ഒരു അശുദ്ധ സാധനമായത് കൊണ്ടൊന്നുമല്ല. ആദ്യം കൈപ്പത്തികൾ കഴുകണം, കൈ കഴുകണം. അത് 3 പ്രാവശ്യം കഴുകണം. മിക്കവാറും എല്ലാം 3 പ്രാവശ്യം വീതം ചെയ്യണം. പിന്നെ വായിൽ വെള്ളമെടുത്ത് തുപ്പണം 3 പ്രാവശ്യം. അല്പം വെള്ളമെടുത്ത് മൂക്കിൽ എടുക്കണം. മുഴുവൻ കയറ്റുകയല്ല, 3 പ്രാവശ്യം വീതം കഴുകണം. 3 പ്രാവശ്യം മുഖം കഴുകണം. മുഖം ഒരിക്കലും താഴേക്ക് കഴുകരുത് കേട്ടോ. ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കാം. എപ്പോഴും മുകളിലേക്ക് മാത്രമേ മുഖത്ത് കൈ ചെല്ലാവൂ. ഒരിക്കലും കൈ കൊണ്ട് മുഖം താഴേക്ക് വലിക്കരുത്, മുകളിലേക്ക് മാത്രം. വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ കഴിഞ്ഞേ വരൂ. അത് സാന്ദർഭികവശാൽ പറഞ്ഞേ ഉള്ളൂ. പിന്നീട് കൈകൾ മുട്ടുവരെ കഴുകണം 3 പ്രാവശ്യം. 3 കൂടിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നീട് തലയിൽ വെള്ളം പാരണം. അല്പം വെള്ളം കൊണ്ട് കൈ ഒന്ന് നനച്ചെടുത്തിട്ട് തലയിലൊന്നിങ്ങനെ തുടച്ചാൽ മതി എന്നാ പറയുക. തല വെള്ളം കൊണ്ട് കഴുകുക എന്ന് പറഞ്ഞാൽ 5 നേരം കഴിഞ്ഞ് ബുദ്ധിമുട്ടാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ തുടക്കാൻ. അതുകൊണ്ടായിരിക്കണം ഒരു പാരലിൽ നിർത്തിക്കളഞ്ഞത്. പിന്നീട് ചെവി, പിന്നെ 3 തവണ കാല് വെള്ളമൊഴിച്ച് നന്നായി ചെളിയെല്ലാം കളയണം. ഇതേതെല്ലാം സമയങ്ങളിലാണ് വുളു ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ വഴി 5:15 തുടങ്ങി 5:45 വരെയുള്ള ആദ്യത്തെ നിസ്കാര സമയം, അതിനെ സുബഹി എന്നാണ് പറയുക. ഉച്ചയ്ക്ക് 12:30 തുടങ്ങി 1 മണി വരെയുള്ള സമയത്ത് അടുത്ത നിസ്കാരം അത് ലുഹറാണ്. 3:45 തുടങ്ങി 4:10 വരെ അസർ. സൂര്യ നമസ്കാരം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ മഹരിബ് നിസ്കാരം. 7:45 തുടങ്ങി 8:15 വരെയുള്ള സമയത്താണ് രാത്രിയിലെ ഇഷ നിസ്കാരം വരുന്നത്. ഈ 5 പ്രാവശ്യവും ഈ സമയങ്ങൾക്കെല്ലാം വുളു നിർബന്ധമാണ്. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുമോ, ചൂട് കൂടുതലായി വരുമോ, അതോ ചൂട് തീരെ കുറഞ്ഞ് ശരീരവും മനസ്സും ശാന്തമാകുമോ എന്നൊന്നും നോക്കുക. ദിവസേന 5 നേരം. ഞാനതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ കൂടെ നിങ്ങളോട് പറയാം. സൗകര്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. തലയിൽ വെള്ളം വേണമെങ്കിൽ അല്പം കൂടുതൽ തന്നെ ആവാം. ഒരു കർച്ചീഫ് കൊണ്ടൊന്ന് തുടക്കണമെങ്കിൽ തുടച്ചാൽ മതി. കണ്ണ് വെള്ളം കയ്യിലെടുത്ത് കണ്ണിൽ ചേർത്ത് പിടിച്ച് ഒരു 20 പ്രാവശ്യം കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാം. തണുപ്പ് വരട്ടെ. മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെടുത്തു കഴിഞ്ഞാൽ ചീറ്റി നന്നായി കളയണമെന്നാണ്. രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കുനിഞ്ഞു നിന്ന് നോസ് വാഷ് ഒരു ഉപകരണമുണ്ട്, നേച്ചർ ലൈഫിൽ കിട്ടും. അതിലൂടെ വെള്ളമെടുത്ത് മൂക്കിനോട് ചേർത്ത് വെച്ചാൽ ഈ മൂക്കിലൂടെ കയറി അടുത്ത ദ്വാരത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി അത് മറിച്ചും ചെയ്യാം. കുറെ കൂടെ നിങ്ങളുടെ സൈനസൈറ്റിസ്, അലർജി അതുപോലുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റാൻ സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് അതുമാവാം, അല്ലെങ്കിൽ രാവിലെ അതാവാം. മുഖം കഴുകുമ്പോൾ തീർച്ചയായും നിങ്ങൾ കഴുത്തുകൂടെ ഒന്ന് കഴുകണം. ചൂടിൻ്റെ പ്രയാസങ്ങൾ തീരെ കുറഞ്ഞു കിട്ടാൻ കഴുത്തുകൂടെ ഒന്ന് കഴുകുന്നത് വളരെ വളരെ നല്ലതാണ്. ചെവിയിൽ വെള്ളം ഏതായാലും നിങ്ങൾ കൊണ്ടൊന്ന് നനയ്ക്കുമ്പോൾ വലിയൊരാശ്വാസം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ
പുറത്തല്ല, യാത്രകളിലല്ല എങ്കിൽ കക്ഷത്തിൻ്റെ ഭാഗം കൂടി ഒന്ന് നനച്ചു കൊടുക്കാം, തുടയ്ക്കാം. നട്ടെല്ല് തണുപ്പിക്കുകയാണ് ചൂട് കൂടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു രീതി. അത് രാവിലെയും രാത്രിയും, പുറത്ത് പോകുന്നവരല്ല എങ്കിൽ ഇടയ്ക്കും ചെയ്യാം. മുതുകിൻ്റെ ആകൃതിയിൽ ബെഡ്ഷീറ്റ് നനച്ചു വെച്ചിട്ട് അതിൽ നട്ടെല്ല് പതിയുന്ന രീതിയിൽ കുറച്ചു നേരം കിടക്കാം. വളരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ജനനേന്ദ്രിയ ഭാഗം നന്നായി കഴുകണം. ഒരു ദിവസം ചുരുങ്ങിയത് 3 നേരമെങ്കിലും കുളി കൂടാതെ, ഇപ്പോൾ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ജനനേന്ദ്രിയ ഭാഗവും മലദ്വാരവും കൂടെ കഴുകിയേക്കുക. പലരുടെയും ചൂടുകൂടിയിട്ടുള്ള അസ്വസ്ഥതകൾക്ക് ജനനേന്ദ്രിയ ഭാഗത്തെ അത്യുഷ്ണം, പ്രത്യേകിച്ച് ജട്ടിയിടുന്നവരാണെങ്കിൽ അത് നിക്കറിലേക്ക് കൊണ്ടുവരാം. എന്നാൽ പോലും പാൻ്റ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. 3 തുടങ്ങി 5 നേരം ആ ഭാഗങ്ങൾ കഴുകാമെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ വരെ തന്നെ മാറിക്കോളും. മലദ്വാരത്തിൻ്റെ ഭാഗം, അവിടെയും ചൂട് കൂടുതലാണ്. കുട്ടികളിൽ ചൂടളക്കാൻ മലദ്വാരത്തിലേക്കാണ് തെർമോമീറ്റർ കയറ്റി വയ്ക്കുക എന്ന് ഓർക്കണം. ആ അത്യുഷ്ണവും ശമിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയൊരാശ്വാസം നമുക്കുണ്ടാകും. ലൈംഗികമായി തന്നെ ആരോഗ്യം കൂട്ടിയെടുക്കാൻ, ബലം കൂട്ടിയെടുക്കാൻ കൂടെ സഹായിക്കുന്ന ഒരു കാര്യമാണത്. പിന്നീടാണ് നമ്മൾ കാലുകൾ കഴുകുക എന്നുള്ളത്. അപ്പോൾ ഉളുവിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കും 3 തുടങ്ങി 5 നേരം ഒന്ന് ചെയ്തു നോക്കാം. വലിയ ആശ്വാസമുണ്ടാകും. ചൂടിൻ്റേതായ നിരവധി പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പലരുടെയും കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് മാറ്റിയെടുക്കാൻ ഈ ചിട്ടയിലൂടെ സാധിക്കും. ശരീരത്തിലുണ്ടാകുന്ന അത്യുഷ്ണം, ശരീരകോശങ്ങളിലുണ്ടാകുന്ന അത്യുഷ്ണം, അതിൽ ചൂട് കൂട്ടുന്ന, അസിഡിറ്റി കൂട്ടുന്ന ആഹാര സാധനങ്ങൾ കൂടെ മാറ്റി കാരറ്റ് ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, വെജിറ്റബിൾ ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകളിലേക്കും നല്ല പച്ചവെള്ളത്തിലേക്കും കൂടെ പോകാമെങ്കിൽ ഇപ്പോഴത്തെ ഒരു വേനലിൻ്റെ സാഹചര്യത്തിൽ സ്ത്രീകൾ ഒരു 3 ലിറ്ററും പുരുഷന്മാർ 4 ലിറ്ററും വെള്ളം കുടിക്കണമെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ രാജു കടമത്ത് നേച്ചർ ലൈഫിൽ കഴിഞ്ഞ 8-ാം തീയതി ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അദ്ദേഹവും ഈ അഭിപ്രായം ശക്തമായി പറയുകയുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട്, അതേപോലെ വെള്ളം കൊണ്ടുള്ള ചില ഇടക്കുളികൾ, ശരീരഭാഗത്തെ ചില ഭാഗങ്ങളിൽ മാത്രമുള്ള കഴുകലിലൂടെയെല്ലാം നിങ്ങൾക്ക് വലിയ ആശ്വാസത്തിലേക്ക് വരാൻ സാധിക്കും. ഇൻഫ്ലമേഷൻ, ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തുടങ്ങി നിരവധി രോഗങ്ങൾ ഈ ചിട്ടകളെല്ലാം ചെയ്താൽ തനിയെ മാറിപ്പോകും എന്നുകൂടെ പറയട്ടെ. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, മെച്ചങ്ങൾ അടുത്ത വീഡിയോകളുടെ മാറ്റം കിട്ടിയാൽ അടുത്തുണ്ടാകുന്ന ദിവസങ്ങളിലെ വീഡിയോകളിൽ അഭിപ്രായങ്ങളായിട്ട്, കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. കൂടുതൽ കാര്യങ്ങൾ പറയാനും കൂടുതൽ ആളുകളെ സഹായിക്കാനും കഴിയുന്നത്ര ഷെയർ ചെയ്യുക. നേച്ചർ ലൈഫ് TV ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.